വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഒരു റെസിപ്പി വീഡിയോയുമായിട്ടല്ല കേട്ടോ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്താന്ന് വെച്ചാല് ഞാൻ എൻ്റെ ചാനലിൽ ബേക്കിംഗ് കാണിച്ച അന്ന് മുതൽ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുള്ളതാണ്. നമ്മളെ ഓവണ് അതുപോലെ തന്നെ എഗ് ബീറ്ററിനെ കുറിച്ചിട്ടുള്ള കുറേ ഡൗട്ടും കാര്യങ്ങളായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓവണിനെ കുറിച്ചിട്ട് ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മളെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള നമ്മുടെ മാളു സുഭാഷ് അവര് എനിക്ക് പേഴ്സണലി വന്നിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ OTG ഓവൺ വാങ്ങിയ ടൈമിൽ. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് ഫുൾ ആ ഒരു ഓവണിനെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഞാനിപ്പോൾ ഇത് ഇന്ന് ചെയ്തിട്ടുള്ളത്. കൂടാതെ പലരും ഒരു എഗ് ബീറ്റർ വാങ്ങുന്ന ടൈമിലാണെങ്കിലും ഓവൺ വാങ്ങുന്ന ടൈമിലാണെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട് ഏത് കമ്പനിയാണ് നല്ലത്, ഓവൺ ആണെങ്കിൽ അല്ലെങ്കിൽ ബീറ്റർ ആണെങ്കിൽ ഏത് കമ്പനിയാണ് നല്ലത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പൊ നമുക്കിപ്പോൾ എല്ലാ കമ്പനിയും നമ്മൾ യൂസ് ചെയ്ത് നോക്കണില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കമ്പനിയെ കുറിച്ചിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മളെ കയ്യിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്തത് അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഓവണിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതുപോലെ തന്നെ എഗ് ബീറ്ററിനെ കുറിച്ചിട്ടും പറഞ്ഞുതരാം. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ഓവൺ ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ഞാൻ ഒരു ഓവൺ ആദ്യം കാണിച്ചത് മുതൽ അത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിച്ചിട്ടും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏതൊരു ഓവൺ വാങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഓവണിൽ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഏത് റെസിപ്പിയും എൻ്റെ ചാനലിൽ മാത്രമല്ല ഏതൊരു റെസിപ്പിയും നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ അതിൽ പറയുന്ന ഒരു ടെമ്പറേച്ചർ നിങ്ങൾ ഒരിക്കലും സെറ്റ് ചെയ്യരുത്. നിങ്ങൾ ഓവണിലത്തെ ടെമ്പറേച്ചറും കാര്യങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് 2 സമയമൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ നിങ്ങൾക്ക് നിങ്ങളെ ഓവണിന്റെ ടെമ്പറേച്ചർ ഒക്കെ മനസ്സിലാവും. ഇതിന്റെ ഇത്ര സമയം വെച്ചാൽ മതിയാകും. ഇപ്പൊ 35 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓവണിൽ 30 മിനിറ്റ് മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ഓവണാണോ കയ്യിലുള്ള അതിനനുസരിച്ചിട്ട് നിങ്ങൾ റെസിപ്പി നമ്മൾ ട്രൈ ചെയ്താലും ടെമ്പറേച്ചറിലുള്ളതൊക്കെ നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓവണെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ഓവൺ എന്ന് പറയുന്നത്. ഇത് കൺവെൻഷൻ ഓവൺ ആണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഇക്ക ഖത്തറിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതൊരു ഗ്ലാസ് ഓവൺ ആണ്, ഫുള്ളായിട്ടൊരു ഗ്ലാസ് ബൗൾ, നല്ല വെയിറ്റ് ഉള്ള ഒരു ഗ്ലാസ് ബൗളാണ്. ഇനി ഇത് ഓപ്പൺ ആക്കുന്നത് ഇതിൻ്റെ മുകളിലൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മുകളിലേക്ക് പൊക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂടിയുടെ താഴെയാണ് ഇതിൻ്റെ ഹീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൽ പറയുന്ന പോലെ 2 സൈഡ് ഹീറ്റാക്കുക എന്നുള്ളതിന് പറയാൻ പറ്റില്ല, കാരണം താഴെ നിന്ന് ഹീറ്റില്ല. പക്ഷേ ഇത് ഗ്ലാസ് ബൗൾ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും, ഉള്ളിലൊക്കെ നല്ല ചൂടുണ്ടാവും. ഇതുപോലെ നമ്മൾ ഈ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ടിന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇതിൽ 2 ഈ ഒരു റിങ് തന്നെ ഉള്ളൂ. കാര്യമായിട്ട് കൂടുതൽ ഫങ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് പേടിക്കാനായിട്ടുള്ള ഒന്നുമില്ല. കാരണം ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ ഈ ഒരു ഇതിൽ. ഞാനിതിൽ പിസ്സ അതുപോലെ തന്നെ കേക്ക്, ചിക്കനൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം എടുക്കാറുണ്ട് ചെയ്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇത് നമ്മൾ കേക്കിൻ്റെ ഇപ്പോൾ ഒരു 180 ഡിഗ്രി എന്നുള്ളതിന് 175 കഴിഞ്ഞിട്ട് അപ്പുറം കൊണ്ടുപോയി ഒന്ന് വെച്ച് കൊടുത്താൽ 180 ഡിഗ്രിയിലേക്ക് എത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാനിതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു ഓവണും കൂടിയായിരുന്നു കേട്ടോ ഇത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ കേക്ക് അത്ര പെർഫെക്റ്റ് ആവില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു ഇതിന്. പിന്നെ ഇത് ചൂട് ഉള്ള ഈ ഒരു പാത്രം പിടിക്കാനായിട്ട് ഉള്ളൊരു സംഭവമായിരുന്നു. അങ്ങനത്തെ 3 ഈ ഒരു ചെറിയ കാര്യങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഓവൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഈസി ആയിട്ട് നമുക്കിങ്ങനെ കേക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഇതിനും കണ്ടില്ല, ഈ ഒരു ഭാഗമാണ് നല്ല ഹീറ്റായിട്ട് വരിക. ഒരു ഭാഗത്ത് മാത്രമേ, ഇപ്പോൾ ഈ കോയിൽ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ കേക്കിനൊക്കെ പറയൽ നമ്മൾ താഴെയും മേലെയും ഹീറ്റ് കൊടുക്കുക എന്നാണല്ലോ. അപ്പോൾ ആ ഒരു ഓപ്ഷന് ഇതിലില്ല. പിന്നെ ഈ ബൗൾ നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ മറ്റൊരു റിങ്ങും, ഈ ഒരു റിങ്ങും കൂടെ ഇതിന് കൂടെ എക്സ്ട്രാ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഓവണിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ 2ാമത്തെ ഓവൺ എന്ന് പറയുന്നത്. ഇത് മോർഫി റിച്ചാർഡിൻ്റെ നമ്മൾ 60 ലിറ്ററുള്ള ഒരു ഓവണാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു ഓവണിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ബേക്കിംഗ് മെയിനായിട്ട് എടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഓവൺ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഉള്ള ഫങ്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു റാക്ക് കാണാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന ടിന്ന് വെക്കുന്ന ഒരു റാക്ക്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു വലതു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഫാൻ വരുന്നത്, ഫാനിൻ്റെ ആ ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ മുകളിൽ 2 കോയിൽ
നമ്മൾ ചൂടാവുന്ന ഈ 2 കോയിൽ ചൂടായിട്ടാണ് നമ്മൾ കേക്കൊക്കെ ബേക്കായി വരുന്നത്. അതുപോലെ തന്നെ താഴെയും 2 കോയിലുണ്ട്. ഇതിങ്ങ് മാറ്റിയാൽ കാണാൻ പറ്റും, താഴെ 2 കോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള 2 സംഭവങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോർ എന്ന് പറയുന്നത് ഗ്ലാസ് ഡോറാണ്, മിററാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ എന്നെ തന്നെ നിങ്ങൾക്ക് വീഡിയോ എടുക്കണത് കാണാൻ പറ്റുന്നില്ലേ, ഒരു മിററാണ്. പിന്നെ ഇതിൻ്റെ ഇത് വരുന്നത് ഒന്ന് ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യില്ല. ഇപ്പോൾ 180 ഡിഗ്രി അല്ലെങ്കിൽ 200 ഡിഗ്രി എത്രയാണോ എന്നുള്ളത് അതിന് ടെമ്പറേച്ചറാണ് മുകളിൽ വരുന്നത്. അപ്പോൾ കേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ 150 കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അല്ലാണ്ട് 180 ഡിഗ്രിന്ന് കൃത്യമായിട്ട് ഉണ്ടാവില്ല കേട്ടോ, അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് വാങ്ങുമ്പോൾ ഇങ്ങനെ ഓഫിലാണ് കിട്ടുക. പിന്നെ നമ്മൾ ഇത് താഴെ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിൽ ഓപ്ഷനാണ് കേട്ടോ. ഈ ഓപ്ഷനൊക്കെ ഞാൻ ബുക്കിൽ കാണിച്ചു തരാം. ഇതിൽ വന്നിട്ടുള്ളത് അങ്ങനെയാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഇവരുടെ ബേക്കിംഗ് എന്ന് പറയുന്നത് താഴത്തെ ഒരു വര, നിങ്ങൾക്കിത് ചിഹ്നം നോക്കി മനസ്സിലാക്കണം കേട്ടോ. താഴെ ഒരു വര, അതുപോലെ തന്നെ ഇപ്പുറം ടോസ്റ്റിങ്ങിനാണ് ഈ 2 വര കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിലും താഴെയും കോയിൽ കത്തിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു വര കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇവർ താഴെ ഉള്ള ഭാഗം മാത്രമാണ് ബേക്കിങ്ങിനായിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഞാൻ ചെയ്യുന്നത് ആ 2 കോയിലും കത്തിച്ചിട്ടുള്ളതാണ്. ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ വരുന്നത് ടൈമിങ്ങിൻ്റെ ഈ ഒരു സ്വിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യില്ലേ, 10 മിനിറ്റ് 20 മിനിറ്റ് എന്നൊക്കെ പറയുന്നതിന് ഉള്ള ആ ഒരു ബട്ടണാണ്. അത് കഴിഞ്ഞിട്ട് താഴെ 2 ബട്ടണുണ്ട് കേട്ടോ. അതിവിടെ ക്ലോക്കിൻ്റെ ഈ ചിഹ്നം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം, ഇത് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യണ ആ ഒരു ബട്ടൺ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ 2 ബട്ടണിൽ ഒന്ന് നിങ്ങൾക്ക് ആ ചിഹ്നം കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒന്ന് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ഓണാക്കാനുള്ള ആ ഒരു ബട്ടണും. ഇത് നമ്മൾ എപ്പോഴും ഓണാക്കിയിടണം കേട്ടോ, ഫാനാണ്. അത് കേക്കായാലും ചിക്കനൊക്കെ ആയാലും നമുക്കിത് ഓണാക്കിയിടണം. ഇനി ഞാൻ ബുക്കിൽ കാണിച്ചു തരാം ഇവരിതിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക എന്നുള്ള രീതി. ഇപ്പം നമ്മളിത് വാങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരാൾ നമ്മൾക്ക് വീട്ടിൽ വന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. അവർ നമ്മൾ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു ബുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഓവൻ്റെ ഈ ഒരു ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കിൽ വായിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എങ്ങനെയാണ് യൂസ് ആക്കണം എന്നുള്ളത് നമുക്കിതിലുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളും അത് എവിടേക്ക് വെക്കണം, അതെന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നമ്പറൊക്കെ ഇട്ടിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. അത് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഫോർ യൂസ് എന്നുള്ള ഈ ഒരു ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബിഫോർ എവരി യൂസ് പ്രീ ഹീറ്റ് ദ OTG ഓവൻ 10 മിനിറ്റ് വിത്ത് ഫങ്ഷൻ. അപ്പോൾ നമുക്കതൊക്കെ അറിയാമല്ലോ, 10 മിനിറ്റ് മുന്നേ ഓവണ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ കൺട്രോൾസ് ആൻഡ് ഫങ്ഷൻസ്, ഈ ഫങ്ഷൻസ് നോക്കിയാലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷനിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ടോസ്റ്റിങ്ങിനാണ് ഇവർ 2 വരട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിലും താഴെയുള്ള കോയിൽ ഓൺ ആക്കുക എന്നുള്ളതാണ് അവർ ആ ഓപ്ഷനിലാണ് ടോസ്റ്റിംഗ്. ഇതിൽ കണ്ടല്ലോ നിങ്ങൾ ബേക്കിങ്ങിന് താഴെ ഒരൊറ്റ വര, അപ്പം താഴെയുള്ള കോയിൽ മാത്രമാണ് ബേക്കിങ്ങിന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് ബേക്ക് ചെയ്യുമ്പോൾ മുകളിലും താഴെയുള്ള കോയിൽ ഓൺ ആക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഓവൻ്റെ സെറ്റിങ്സിൽ ബേക്കിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ 2ാമതാണ് കേട്ടോ. കണ്ടോ, 180 ഡിഗ്രിയിൽ താഴെ മാത്രം നമ്മൾ കോയിൽ ഓൺ ആക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രിൽ ഓപ്ഷനാണ്, മുകളിൽ മാത്രം കോയിൽ ഓൺ ആക്കുക. ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യൂലേ, അപ്പോൾ ഈ ഒരു മുകളിൽ ഇത് ഓൺ ആക്കിയിട്ട് ചെയ്യുക. പിന്നെ ഇതിന് ഒരു വാറണ്ടി കാർഡ് ഉണ്ട്, 2 ഇയർ വാറണ്ടി ഉള്ള ഒരു കാർഡാണ്. അപ്പോൾ ഞാൻ ഇവർ വരുന്ന മുന്നേ തന്നെ, നമുക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ആൾ വരുന്ന മുന്നേ തന്നെ ഞാനിതിൽ കേക്കൊക്കെ ബേക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 4-5 കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അവർ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു റാക്ക് ഇവിടെ സെൻട്രലിലാണ് ഇടേണ്ടത്. സെൻട്രലിൽ ഇട്ടിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ചെയ്തപ്പോഴാണ് താഴേക്ക് വെച്ചിട്ടുള്ളത്. ഞാൻ ഇങ്ങനെയും ബേക്ക് ചെയ്ത് നോക്കി. അവർ പറഞ്ഞതിന് ശേഷം അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയതാണ് 2 കോയിലും കത്തിക്കണം എന്നുള്ളത്. ഇത് 2 കോയിലല്ല വെക്കേണ്ടത്, താഴെയുള്ളതാണ്. ഇതിലത്തെ ബേക്കിംഗ് ഓപ്ഷൻ ഇതാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കേക്ക് നാശമായെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് പെർഫെക്ഷൻ ഒന്ന് കുറഞ്ഞ പോലെ ഒരു മുകൾ ഭാഗം ഇതായിട്ടാണ്ട് വന്നില്ല, പെർഫെക്റ്റ് ആയിട്ടാണ്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് ആ റാക്ക് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ 180 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ മുകളിലും താഴത്തെയും കോയിൽ ഓണാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ടോസ്റ്റിങ്ങിനാണ് ഞാനിപ്പോൾ ബേക്കിംഗ് ചെയ്യുന്നത്. അതാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ വരുന്ന ടൂൾസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ട്രേ ഉണ്ടാവും. നമ്മൾ കപ്പ് കേക്ക് ഇതൊക്കെ ഇതിൽ വെച്ചിട്ട് വേണമെങ്കിൽ ട്രേയിൽ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ ഓരോന്നും എടുത്തിട്ട് കാണിച്ചു തരട്ടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. നമ്മൾക്ക് ചൂടാവാതിരിക്കാതെ പിടിക്കണം, നമ്മൾ പ്ലക്കർ പോലെ ചെയ്യൂലേ അതിനുള്ള ഐറ്റംസ്, അതുപോലെ ഗ്രില്ലിൻ്റെ ഐറ്റംസ്. ഇപ്പോൾ ഇതാ ചിക്കന് നമുക്ക് ഇതിൽ കോർത്ത് വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഒറ്റ കയ്യിൽ ചെയ്യണോണ്ടാണ് കേട്ടോ. ഇതിൻ്റെ നടുവിലായിട്ട് ഇത് നമുക്ക് ഇവിടെ റിങ് ഉണ്ട്, ഊരിയെടുക്കാനായിട്ട് പറ്റുമോ, അതൊന്ന് സ്ക്രൂ
ലൂസാക്കി കൊടുത്താൽ അതിങ്ങനെ അഴിച്ച് കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചിക്കൻ ഫിറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയില്ല, ഒരു ഫുൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്നിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക സ്ക്രൂ. എന്നിട്ട് ഇതുപോലത്തെ നടുവിൽ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അത് ചിക്കൻ റെഡി ആയാലും നമുക്ക് ചൂടോടെ എടുക്കാൻ പറ്റില്ലല്ലോ, അതിനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലഗ്. ഇത് നമ്മൾ ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്തവർ എടുക്കാൻ നിൽക്കരുത്, കാരണം ഇതെങ്ങാനും ചിക്കൻ നല്ല വെയിറ്റിലാവും ഉണ്ടാവുക. അത് താഴെ നമ്മൾ ഇതുപോലെ എടുക്കുമ്പോൾ താഴേക്ക് അങ്ങ് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്ലാസ് ആണ് പൊട്ടിപ്പോവുക, പിന്നെ അത് നന്നാക്കാൻ പറ്റില്ല. അപ്പോൾ അത് എക്സ്പീരിയൻസ് ഇല്ല അങ്ങനെ എടുക്കാൻ ഇരിക്കണതാണ് നല്ലത്. നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് എടുക്കണം നല്ലത് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കൈ ചൂടാവാതിരിക്കാൻ ഈ പ്ലക്കർ വെച്ച് ഇങ്ങനെ വലിച്ചതിന് ശേഷം നമ്മൾ മറ്റേ കൈ കൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് കേക്ക് ടീൻ എടുക്കാനായിട്ട് പറ്റും. പിന്നെയുള്ളത് നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ കോർത്തിട്ട് ചെയ്യില്ല, ചെറിയ കബാബ് ഇതൊക്കെ ചെയ്യുന്ന അതിൻ്റെ ഒരു സ്ക്യൂർ പോലത്തെ സംഭവങ്ങളാണ്. പിന്നെ നമ്മൾക്ക് ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണയൊക്കെ ഇട്ടിട്ടൊരു വേസ്റ്റ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അത് എടുത്ത് ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ കേട്ടോ ഇത്. ഈ ഒരു ഡോറിങ് പുറത്തുനിന്നാണ് ഇതുള്ളത്. ഇതിങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഉണക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചിക്കനൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല കേട്ടോ, എടുത്ത് ക്ലീൻ ചെയ്യേണ്ട. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എത്ര കപ്പാസിറ്റി നോക്കാം നമുക്ക്, എത്ര പാത്രങ്ങളിൽ വെച്ച് ബേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 3 1 kg ടിന്നാണ് കേട്ടോ. 2 8 ഇഞ്ചിൻ്റെ പാനും 1 7 ഇഞ്ചിൻ്റെ പാനും. അപ്പോൾ 3 എൻ്റെത് 1 kg ആണ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഡോർ ക്ലോസ് ചെയ്ത് തരാം ഈസി ആയിട്ട്. അപ്പോൾ 3 കിലോയുടെ കേക്ക് നമുക്ക് ഒറ്റയടിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ അല്ലെങ്കിൽ 1 kg വെച്ചിട്ട് നിങ്ങൾക്ക് 1/2 kg വേണമെങ്കിൽ അതും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതാ എൻ്റെ അടുത്തുള്ളപ്പോൾ ഏറ്റവും വലിയ ട്രേ എന്ന് പറയുന്നത് ഒരു 3 kg ഒരു 3 kg ആ ഒരു ട്രേ ആണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഇപ്പോഴും സ്പേസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇനിയും സ്പേസ് ബാക്കിയാണ്. അപ്പോൾ ഒരു 5 kg കേക്ക് വരെ നമുക്ക് ഇതിൽ ഒറ്റ ടൈമിൽ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ഇതിൻ്റെ ഉൾവശത്തുള്ള ചൂടും അതുപോലെ തന്നെ പുറം ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു മെറ്റലായതുകൊണ്ട് തന്നെ നമ്മൾക്ക് പുറം ഭാഗം നല്ല ചൂടായിട്ടോ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്തു നിന്നാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റി വെക്കണം നന്നായിരിക്കും. അതിന് നല്ല ചൂടായിട്ട് ബേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടായിട്ട് മെറ്റൽ നല്ല ചൂടായിട്ട് ഇരിക്കണുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള എഗ് ബീറ്റർ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ 1 വർഷത്തിന് മേലായിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. ഞാൻ വാങ്ങുന്ന ടൈമിൽ ഇതിന് 3090 രൂപയായിരുന്നു കേട്ടോ വില. ഇതിൻ്റെ ഫംഗ്ഷൻസ് ഇപ്പോൾ ഈ ഒരു എഗ് ബീറ്ററിനെയാണ് ഞാൻ സെപ്പറേറ്റ് ഇതിൽ നിന്ന് എടുത്തിട്ടും എഗ് ബീറ്റ് ചെയ്യണത് എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എഗ് ബീറ്ററിനെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. മുന്നേ ഞാൻ 2 യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്പനിയൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത് വണ്ടർ ഷെഫിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഇത് ഞാൻ കാണിച്ചു തരാം, എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഫുൾ ആയി വന്ന് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഇതിപ്പോൾ നമ്മളിതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എഗ് ബീറ്റർ ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിവിടെ നമ്മൾക്ക് ഈ ഒരു ബട്ടൺ നെക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ആ ബൗൾ ഉണ്ടല്ലോ, ഈ ബൗൾ ഇതിൻ്റെ കൂടെ കിട്ടണ തന്നെയാണ്. അപ്പോൾ ആ ബൗൾ വെച്ച് കൊടുക്കുക. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഇതിങ്ങോട്ട് റിട്ടേൺ എടുക്കുകയും ചെയ്യാം. ഇങ്ങനെ അമർത്തി കൊടുത്താൽ അതവിടെ ഫിക്സ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ബൗളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു 1.5 kg 1.5 കിലോയുടെ കേക്ക് മാത്രം ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട്. ഇപ്പോൾ 2 കിലോനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്, നമ്മൾ സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ 2 കിലോൻ്റെ ആകുമ്പോഴൊന്നും ഈ സ്റ്റാൻഡ് മിക്സർ എടുക്കാറില്ല, എഗ് ബീറ്റർ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ ഇതുപോലെ നമ്മൾക്ക് ഇതിൽ 2 വിസ്ക് കിട്ടും. സാധാരണ എഗ് ബീറ്ററിനൊക്കെ കിട്ടുന്ന പോലെ ഒന്ന് എഗ് ബീറ്റ് ചെയ്യാനും. ഈ ഒരു ഇതെന്ന് പറയുന്നത് നമ്മളെ മാവൊക്കെ കുഴക്കാനുണ്ട്. പക്ഷേ ഇത് വെച്ചിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ ഡൊണറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് മാവ് കുഴക്കാനൊക്കെ ആയിട്ട് വെക്കാം. പിന്നെ ഇതുപോലെ ഇതിനൊരു മൂടിയും കൂടെ ഉണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പൊടി ഇതൊക്കെ മിക്സ് ആക്കുന്ന ടൈമിൽ ഇങ്ങോട്ട് പുറത്തേക്ക് പാറിപ്പോകുമ്പോൾ പുറത്തേക്കാവില്ല, അതിന് വെക്കുന്നതാണ്. ഞാൻ ഇതും യൂസ് ചെയ്യാറില്ല ഇതിൽ. എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ഡോറ് തുറന്നിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക, അതുപോലെ പഞ്ചസാരയൊക്കെ ഇതിലൂടെ അങ്ങനെ ഇട്ട് കൊടുത്താൽ തെറിക്കില്ല. അത്രയേ ഉള്ളൂ ഈ ഒരു ഡോറ് വെക്കണതിൻ്റെ ഒരു ഉപകാരം. ഞാനിത് വീഡിയോ എടുക്കണ കാരണം ഇത് ഇങ്ങനെ യൂസ് ആക്കാറില്ല, അതില്ലാതെ തന്നെ ഓപ്പണായിട്ട് ആണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഞാൻ മൈദ അതിലിട്ടിട്ട് മിക്സ് ആക്കാറില്ല, നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ടല്ലേ ചെയ്യാറ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് 2 കിലോൻ്റെ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായിരുന്നു. ഇതിപ്പോൾ 1.5 kg വരെ ഉള്ളത് നന്നായിട്ട് മിക്സ് ആക്കാം. 2 കിലോ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് മിക്സ് ആക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക.
കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. അതുപോലെ എന്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനേ. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.